നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആഗസ്റ്റ് മാസം കടന്നു വരുമ്പോൾ ഓരോ രാശിക്കാർക്കും ഗ്രഹങ്ങളുടെ മാറ്റം എന്തെല്ലാം അനുഭവങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാണ് മിഥുനൻ രാശി. ആ മിഥുനൻ രാശിക്കാരുടെ ആഗസ്റ്റ് മാസത്തെ സമഗ്രമായ ഫലത്തെപ്പറ്റിയാണ്. ആഗസ്റ്റ് മാസത്തിൽ വളരെ നിർണായകമായ ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹസ്ഥിതികൾ ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ആഗസ്റ്റ് 16 വരെ നിങ്ങളുടെ രണ്ടാം ഭാവമായ കർക്കിടകൻ രാശിയിലും അതിനുശേഷം മൂന്നാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ നിങ്ങളുടെ രാശിയായ മിഥുനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ജന്മരാശിയിൽ രാശ്യാധിപനായ ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ മിഥുനത്തിലും ആഗസ്റ്റ് 5-ന് കർക്കിടകത്തിലേക്കും തുടർന്ന് ആഗസ്റ്റ് 22-ന് ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നുമുണ്ട്. ശുക്രൻ 5-ാം ഭാവമായ കന്നിരാശിയിൽ നിലകൊള്ളുന്നു. ശനി 10-ാം ഭാവമായ മീനൻ രാശിയിൽ വക്രസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. രാഹു 9-ാം ഭാവമായ കുംഭത്തിലും കേതു 3-ാം ഭാവമായ ചിങ്ങത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ ഈ സ്ഥാനങ്ങൾ മിഥുനൻ രാശിക്കാരുടെ വ്യക്തിജീവിതം, സാമ്പത്തികം, തൊഴിൽ, ആരോഗ്യം, കുടുംബജീവിതം എന്നിവയിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ പൊതുവായ മാനസികാവസ്ഥയും വ്യക്തിത്വവും നോക്കാം. നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ജന്മരാശിയിൽ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനിക്കാനുള്ള കഴിവുമൊക്കെ നൽകും. എങ്കിലും ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിനെ എടുത്തുചാട്ടവും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവണതയും ഒക്കെ ഉണ്ടാകാം. നിസ്സാര കാര്യങ്ങൾക്ക് വച്ചു പുലർത്തുന്ന വാശി കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും അസ്വസ്ഥത ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ സമീപനം പുലർത്തേണ്ടതാണ്. എടുത്തുചാട്ടമൊക്കെ വലിയ അബദ്ധത്തിലേക്കൊക്കെ നയിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാസം വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിലൊക്കെ നിയന്ത്രണം വേണ്ടതാണ്. ഇനി തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. 10-ാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യവും 3-ാം ഭാവത്തിലേക്ക് ആഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ വരുന്നതും തൊഴിൽപരമായിട്ടൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. ജോലിസ്ഥലത്ത് ആഗസ്റ്റ് 16-ാം തീയതി വരെയൊക്കെ ജോലിസ്ഥലത്ത് ജോലിഭാരമൊക്കെ കൂടുതലായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സഹപ്രവർത്തകരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകരുത്. ഓഗസ്റ്റ് 16-ന് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നതോടെ അന്തരീക്ഷം പൂർണ്ണമായും നിങ്ങളെ തുണയ്ക്കുന്നതാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. അതുപോലെ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്ന ആനുകൂല്യങ്ങളെ, പ്രമോഷനുകളെ എന്നിവയ്ക്കൊക്കെ ഈ സമയത്തെ വഴി തെളിയുന്നതുമാണ്. ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ അവർക്ക് മാസം മുഴുവൻ മിശ്ര ഫലങ്ങളാണ് ലഭിക്കുന്നത്. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആഗസ്റ്റ് 5 മുതൽ 22 വരെയുള്ള കാലയളവിൽ ബുധൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥാനം കാരണം ബിസിനസ്സിൽ സാമ്പത്തികമായിട്ടൊക്കെ ധനവരവൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട്ണറുമായിട്ടൊക്കെ നല്ല ആശയവിനിമയമൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. കുജൻ്റെയൊക്കെ സ്വാധീനം കാരണം തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്കും അതുപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗസ്റ്റ് 22-ന് ശേഷം അനുകൂലമായ ഒരു വാർത്തകളൊക്കെ ലഭിക്കുന്നതുമാണ്. ഇനി ധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ ആഗസ്റ്റ് 16 വരെയുള്ള സൂര്യൻ്റെ നിൽപ്പ് ആഗസ്റ്റ് 5 മുതൽ ബുധനും 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ധനപരമായിട്ട് മികച്ച ഫലങ്ങളാണ് നൽകുന്നത്. ആഗസ്റ്റ് 5 മുതൽ 22 വരെയുള്ള കാലയളവിൽ മുൻപ് കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനമൊക്കെ ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. 1-ാം ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്നത്, അതുപോലെ കന്നിയിൽ ശുക്രനൊക്കെ നിൽക്കുന്നത്, ഇതൊക്കെ അനാവശ്യ ചിലവുകളെ സൂചിപ്പിക്കുന്നതാണ്. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനും അതുപോലെ വീടിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കുമൊക്കെ പണം ചിലവാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ വായ്പകൾക്കൊക്കെ അപേക്ഷിക്കാൻ ആഗസ്റ്റ് 16-ന് ശേഷമുള്ള സമയം വളരെ അനുയോജ്യവുമാണ്. ഈ മാസം വരുമാനമൊക്കെ നിങ്ങളുടെ വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ആർക്കും ഉറപ്പ് നൽകരുത്.
അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2ാം ഭാവത്തിലെ സൂര്യൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ളതിനാൽ ആഗസ്റ്റ് 16 വരെ കുടുംബത്തിലെ ചെറിയ തർക്കങ്ങളോ വാക്കേറ്റമോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. കുടുംബാംഗങ്ങളവിടെയൊക്കെ സംസാരിക്കുമ്പോൾ ശാന്തതയൊക്കെ പാലിക്കുക. 16-ാം തീയതിക്ക് ശേഷം കുടുംബാന്തരീക്ഷം സന്തോഷകരമാകുന്നതാണ്. ജന്മരാശിയിലെ ചൊവ്വ 7ാം ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എടുത്തു ചാടിയൊക്കെ സംസാരിക്കുന്നത് ഒഴിവാക്കുക. പരസ്പരം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ട ഒരു മാസമാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. 5ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് പ്രണയിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ സൗന്ദര്യവും ആകർഷകത്വവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് 5-ന് ശേഷമുള്ള സമയം പരീക്ഷകളിലും പഠനത്തിലുമൊക്കെ മികച്ച വിജയം നേടാൻ സാധിക്കും. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഈ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടിരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നതുമാണ്. ഇനി ആരോഗ്യകാര്യത്തിൽ മിഥുനം രാശിക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഈ മാസം ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ചൂട് സംബന്ധമായ അസുഖങ്ങൾ, ലഗ്നത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്നതിനാൽ ശരീരത്തിലൊക്കെ ചൂട് കൂടുക, തലവേദന, അതുപോലെ BP ഒക്കെ കൂടുക, അല്ലെങ്കിൽ ദേഷ്യമുണ്ട മൂലമുള്ള അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വാഹന ഉപയോഗം ഒക്കെ ചെയ്യുമ്പോൾ, വാഹനമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കായികപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും ചെറിയ പരിക്കുകളൊക്കെ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അതുപോലെ രാത്രി ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മാസത്തിൻ്റെ പകുതി വരെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. വെള്ളമൊക്കെ ധാരാളം കുടിക്കേണ്ടതാണ്. യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നതാണ്. മിഥുനം രാശിക്കാർക്ക് ആഗസ്റ്റ് മാസം മിശ്ര ഫലദായകവും എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ വലിയ വിജയങ്ങളൊക്കെ നൽകുന്ന ഒരു മാസവുമാണ്. ദേഷ്യവും ധൃതിയും ഒക്കെ നിയന്ത്രിച്ചാൽ ഈ മാസം നിങ്ങളുടേതാക്കി മാറ്റാം. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറി ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതിനായിട്ട് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. രാശ്യാധിപനായ ബുധൻ്റെ പ്രീതിക്കായിട്ട് ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ ജന്മരാശിയിലെ ചൊവ്വയുടെ ദോഷപരിഹാരത്തിനായിട്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ പുഷ്പാഞ്ജലിയോ ഒക്കെ കഴിക്കുന്നതും ഗുണകരമാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഗണപതി ഭഗവാനെ ഉപാസിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നിശ്ചയദാർഢ്യത്തോടെയൊക്കെ മുന്നേറുക. വിജയം ഉറപ്പായും നിങ്ങൾക്ക് ഒപ്പം ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മിഥുനം രാശിക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.